ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പൊ നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. കാരണം നിവിനെ പോലുള്ള ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഇത് പോയി പറയുമ്പോൾ അതെന്തായി തീരും എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിന്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെന്നത്. ഇതിപ്പോ ഞങ്ങള് സംഗീതിനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ്. പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ പ്ലേ, 100% ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു 50% ആണ് വിചാരിച്ചത്. നിവിന് പ്രത്യേകിച്ച് ഈ ഒരു കുറച്ച് ഡിലേ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കാറ്. നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിച്ചതിന്റെ ഒരു റീസൺ ഈ ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നിവിൻ പറഞ്ഞൊരു വാചകത്തിലായിരുന്നു ഇതിലുള്ളത്. ബിക്കോസ് ഐ എം എ ഫാദർ എന്നാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തത്.